എന്താ ഉണ്ടാക്കുന്നത്? എന്ത് കേക്ക്? ഓറിയോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കുകയാണ്. എന്ത്? എടാ ആര് സ്നാപ്പ് ഇടല്ലേ? ആര് സ്നാപ്പ് ഇട്ടേക്കല്ലേ കേട്ടോ? എവിടെ പോയി സ്നാപ്പ് ഇട്ടേക്കത് ഉണ്ടാക്കി നോക്കും. എടാ ഇതെന്താ ചെയ്യണ്ടേ? ഇതാ പിടിച്ചോ പിടിച്ചോ, ആവശ്യം വരും. എടാ സൈഡ് തൂക്കേണ്ട ആവശ്യമില്ലടാ. സൈഡിൽ കില്ലാ മതി കത്തി വെച്ച്. അടിയിൽ നമുക്ക് ഇടാൻ പറ്റണ്ടല്ലേ അങ്ങനെ പട്ടണം നോക്കുന്നേ. സൈഡിൽ കില്ലാൻ പറ്റുമല്ലോ. എടാ അത്രയൊന്നും പട്ടണം അവനത് കോരി ഒഴിച്ചേക്കുവാ. അത് വിട്ട് വരുമല്ലേലും അതിന് വിട്ട് വരാനൊന്നുമില്ല. ഇനി കല്ലായോണ്ടല്ലോ കൺസിസ്റ്റൻസി മുഴുവൻ ഒഴിക്കണം. അടിയിലെങ്കിൽ എന്തെങ്കിലും കുറച്ചൊക്കെ വേണ്ട. ബട്ടർ പേപ്പറെ പറ്റി പോവല്ലേ എല്ലാം കൂടെ. ഇവിടെ ബട്ടർ പേപ്പർ നിറഞ്ഞില്ലേ? എടാ ഭയങ്കര നെയ്ച്ചോറായിരിക്കും അടി കേട്ടോ. ഈ ജോസ് ഇത് അടിയിൽ നെയ്ച്ചോറായിരിക്കും. എടാ അടി മാത്രമേ ചോവ, മേലോട്ടുണ്ടാവൂല. ഞാൻ മേലോട്ട് പൊങ്ങി വന്നാ ഇതിന് തകയോ നീ പൊളിയാടാ. തട്ടിങ്ങനെ കൊട്ട് കൊട്ട് നിലത്ത് വെച്ച് കൊട്ട് പഠിച്ചിട്ട് ആ സ്പൂണിലൊക്കെ എടുക്കണം. രണ്ട് ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇറങ്ങുന്നത്. ഓ അത്ര ഓ ഇപ്പൊ എടോ 10 മിനിറ്റ് വേണോ? അത് വേണോ? അതല്ല അമ്മ പറഞ്ഞ വേണ്ടാന്ന് പറഞ്ഞേ. കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റുണ്ടാക്കിയ കേക്ക് കൂടെ കിട്ടിയതാ. ഞാൻ പണിതൊന്നുമില്ല. രണ്ടെണ്ണം എടുക്കാൻ വേണ്ടിട്ട്. എടാ 18 മുറിച്ചാ വേണ്ട സ്ട്രോ പറ്റൂല. ഓക്കെ ഓക്കെ ഓക്കെ. കഴിക്കോ സേ? നിന്ന് കഴുകി ഇട്ട് നോക്കുന്നത് ആ വരുമൊന്നും ഇതിനകത്ത് ഇരിക്കില്ല. ഏത്? അപ്പൊ കേക്ക് അത് അത് നിറച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ ഇത് എന്താ സാധനം ഉണ്ടെന്ന്. കീ എടുത്തേ. ഓ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഞാൻ പിടിച്ച അപ്പൊ ഡോർ ലോക്കില്ലേ? തുറന്നിട്ട് പ്രശ്നമുണ്ടോ? കൊറേ നേരം കഴിയുമ്പോഴൊക്കെ ബേബി ഷവറോ ഇരിക്കട്ടെ.
80 രൂപ പറഞ്ഞു. ഇത് മേടിക്കണ മേടിക്കാൻ പോയെന്നറിയാവോ? മേടിക്കാൻ പോയെന്നറിയാവോ? ഇറ്റ്സ് എ ഗേൾ. അപ്പൊ ഇത് കുഴപ്പമില്ല. സംഭവം ഉണ്ടായിരുന്നോ? പിങ്ക് കളറിൽ ഇറ്റ്സ് എ ഗേൾ എന്ന് പറഞ്ഞിട്ട്. എടാ അത് മതിയായിരുന്നടാ. അതായിരുന്നല്ലേ? അതിന്റെ അകത്തും അതെന്തിനാന്ന് എനിക്കറിയത്തില്ല. ഒരു വണ്ണല്ലേ എടാ ബ്ലാക്ക് വേണ്ട ഒരു ബ്ലാക്ക് വേണോ? അറിയാം, അതാ ഒന്നാമത്തെ കാര്യം. അവൻ കാണിച്ചെന്താ അറിയോ? ഇത്രയും വലിയ സ്പേസ് ഇത് ലോറിയോ? നീ അങ്ങനെ ഒന്നിനെ പിടിച്ചേ. അങ്ങ് വന്നേ. അത്രയില്ലടാ. നീ ഇങ്ങനെ പിടിച്ചേ. എങ്ങനെ അതിന്റെ ഇടക്കോട് നീ കയറ്റി വെക്കോ? അതിന്റെ അങ്ങോട്ട് കയറ്റി വെക്കോ? ഇത് വായിക്കട്ടെ. സത്യം. അവനും കൂടിയാ കണ്ണാടി ഊരിക്കാൻ ഒന്നും കാണൂല. ഇപ്പൊ വേണ്ട, അത് പൊട്ടും. എടാ പിന്നെ അവന്റെ എടാ ഒരു കാര്യം പറയട്ടെ, അവന്റെ കണ്ണാടി കൊണ്ടു കേട്ടോ. അതെ അല്ലെങ്കിൽ മൊട്ടയൊക്കെ അടിച്ച പൊട്ടും. ഓ കാണത്തില്ലേ? ലെൻസ് കാർഡിൽ മെമ്പർഷിപ്പ് ഉണ്ടല്ലോ. അതെനിക്കേ ഉള്ളൂ. അതിപ്പോ എനിക്ക് കണ്ണാടി മേടിക്കണ്ടേ? എനിക്കൊരു കണ്ണ് കാണും. നീ അവന്റെ കണ്ണ് മേടിച്ചാൽ മതി. അല്ല അല്ല കണ്ണോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇട്ട പൊട്ടു? ഇത്ര ചെറുതാക്കി വെച്ചാല് അത് മതി ജോസ്, അത് മതി. നീ വണ്ടി ഓടിച്ച് നീ അവിടെ വന്നില്ലല്ലോ. ഇല്ല, പിന്നെ ഞങ്ങൾ വീർപ്പിച്ചോളാം. അടിയിന് ട്രൈ ഇല്ല നെവിനെ? നെവിനെ ഫാസ്റ്റ് ട്രൈ ഇല്ല? ഫാസ്റ്റ് ട്രൈ ഇല്ല? ആ ട്രൈ ഇല്ല? കേക്ക് ഇച്ചിരി പൊക്കി വെക്കാൻ കുഴപ്പമുണ്ടോ? ഇല്ല, ഞാൻ ചോദിച്ചു. ചെറിയ സ്റ്റൂൾ വല്ലതും ഉണ്ടോ? ആ വീട്ടിലുണ്ടോ ചെറിയൊരു സ്റ്റൂള് ഇത്രയുള്ള ഹൈറ്റ് ഉള്ള? അല്ല, അത് ഓ ആടും അല്ലേ? അല്ല, ചെറിയ സ്റ്റൂൾ മറ്റേ തടിയുടെ ആണെങ്കിൽ അല്ലല്ല അടിയുടെ പ്ലാസ്റ്റിക് തടിയുടെ വെയിറ്റ് ഉള്ള ഒരു കൊരണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഭയങ്കര ഹൈറ്റ്. ഇതിന്റെ താഴെ മതി. ഒന്ന് എടുത്ത് നോക്കാം. എടുക്കുന്നോ? സുഖമൊന്നും വേണ്ട, സാധനം പൊങ്ങി. എടാ തുണിയെല്ലാം എടുക്കാനും വേണ്ടെങ്കിൽ ആ വണ്ടിയുടെ ടയർ കിട്ടോ സ്റ്റെപ്പിന്? നല്ല ഐഡിയ ആട്ടോ. ഇതിന് സ്റ്റെപ്പിന് ഓർഡറാ പോട്ടെ അടിയില്. പഞ്ചർ കിറ്റ് ആയിരിക്കും മിക്കവാറും. അല്ല ഇതിനുണ്ടാവും. ആ ഈവിക്ക് സ്റ്റെപ്പിന് ഇല്ല. ഇവനൊന്നും അറിയത്തില്ല. ഈവിക്ക് ഇതുണ്ടാവില്ല. അല്ല ഇതിനുണ്ടോ? പുതിയ വണ്ടികൾക്കുണ്ടോ? പുതിയ വണ്ടികൾക്കുണ്ടോ? ഇതിന് സ്റ്റെപ്പിന് ഉണ്ടോ? ആ ഇല്ല. അതിനാ പഞ്ചർ കിറ്റ്. നടന്നു വരേണ്ടി വരും നീ അവിടെ വരെ. അപ്പൊ ഇതിനില്ല സ്റ്റെപ്പിന്. ഇത് വേണ്ട, ഇത് അനങ്ങാതിരിക്കും. അതിന്റെ മണ്ട കേക്ക് വെച്ചിട്ട് നിലത്ത് ഇത് മൊത്തം ബലൂൺ വെച്ച് നടക്കാണെങ്കിൽ കിട്ടില്ല. ഡബിൾ ടേപ്പ് മേടിച്ചാലോ? പക്ഷെ അപ്പൊ തുണി വേണ്ടേ? തുണി ഇടണടാ. അവിടെ കാണുകയല്ലേ? അത് നോക്കുന്നുടാ. ആ ഫ്രണ്ടിലിരിക്കുന്നത് അവനെ ഫ്രണ്ടിൽ ഇരുന്നേ. ജസ്റ്റ് ഫ്രണ്ടിൽ പുറകിരിക്കുന്നവരെ കാണത്തില്ല. കണ്ണാടി അവൻ മുഖം ഇങ്ങനെ കയ്യിലോട്ടിട്ടാണ് നമ്മളെ കണ്ണാടിയും കൂടി അവനൊന്നും അറിയില്ല. സത്യം കേട്ടോ, നല്ല ഐഡിയ. മതി കാണത്തില്ല, വെട്ടം അടിക്കുന്നത്. ചെകുത്താന്മാരെ ക്യാമറ നല്ല മണം വരുന്നു. എന്തിട്ട് മറ്റേ സ്റ്റിക്ക് വെച്ച് കുത്ത്. എന്ത് കിട്ടോ? എന്താ പക്ഷെ പൊന്തി വന്നോ? പാല് പറഞ്ഞ എങ്ങനെയാ? പോയി കയ്യിന്ന് പോയി. ആ കത്രിയെ വെച്ചാണ് നീ കുത്തുന്നേ. പാല് വേണം. ഞാൻ അപ്പഴേ ഓ പാല് നീ ആരോ ഒഴിക്കാത്ത പാല് വീട്ടിൽ കൊണ്ടുപോകണം. ഇതിന് സൈഡ് എന്തിയെ? സൈഡ് എന്തിയെ? ഇതിന്റെ ബാക്കി
എടാ കൂടി പോയപ്പോ കുറേ കേട്ടോ ക്വാണ്ടിറ്റി. എനിക്കറിയില്ല, നീയാക്കി കട്ട് ചെയ്തെടുത്ത പോലെ ലാഭമായി. സൈഡിലൊക്കെ ഉണ്ടോ? അയ്യോ എടാ അത് ഒരാടെ നമുക്കല്ലേ ഒരു 10 സെക്കൻഡ് വെച്ചാൽ മതി. 10 സെക്കൻഡ് ആവല്ലേ അത്രയും പോലെ. അതിനകത്തൊന്നും ഇല്ലല്ലോ. അവന്റെ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കെടുക്കണേ. ദോശ ഇതിന്റെ അടിയിൽ നിന്ന് നീ നെയ്യ് എടുത്ത് കളയെന്ന് പറഞ്ഞേ. അതെ കളയല്ല, ആ കേക്കാൻ കളയോ. നെയ്യും കെട്ടിയത് പൊള്ളുന്ന കൈ. അയ്യോ അയ്യോ കൊള്ളാൻ കൊറേ കൊട്ടല്ലോ. എടാ ഇറങ്ങുവാ ഇറങ്ങുവാ. എടാ കേക്കിന് പകരം ദോശ മതിയോ? ദോശ ദോശക്ക് ഇന്നത്തെ തമ്പനയിൽ ഇതാണ്. ജസ്റ്റിന്റെ ബർത്ത്ഡേ ഒക്കെ മാറിയിരുന്നു. ഇതാണ് ഐറ്റം. ആ നിക്ക് സെറ്റ്. ഓക്കെ എടാ കാണാൻ പോണ വീടേക്കകത്ത് കാണാൻ പോലില്ല. അത് സൂപ്പർ ഗൈസ്. ഈ കേക്ക് കാണുന്നുണ്ടോ? നീ എന്നെ ചേർത്തയില് പാലും ഞാൻ നോക്കി വീടിക്കാൻ. എടാ ഫോറക്സ് ഇട്ടാ വീഡിയോ കാണാൻ പറ്റൂല. ഹൗ ടു മേക്ക് ഓറിയോ കേക്ക് അതാണ് സെർച്ച് ചെയ്തത്. ഓരോന്നിനും ബാൻ ആക്കുന്നില്ല. ആവൂല. എടാ അതെന്താ നിക്കേ എന്റെ എക്സ്പയറി നോക്കി. എക്സ്പയറി നോക്കി. ഉരുക്കുന്ന പറയുന്ന എടുക്കരുത്. 5/6/25 തൊട്ട്. എടാ 3/5 രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അതാണ് അവരെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതെടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് വെറുതെ കട്ട പോവാത്ത അതെ എക്സ്പയർ അതെ. ഇത് ദോശയല്ല കേട്ടോ. നിക്കേ മിണ്ടല് 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 മിണ്ടല്. കണ്ടു പൊടിച്ചേ ബേക്കിംഗ് സോഡ ഇട്ടു, പാലൊഴിച്ചു. എടാ അത് ഇംഗ്ലീഷ് നിനക്ക് മനസ്സിലാവൂല. അതതിന് മേലെ വയ്ക്കരുത് സാധനം. ഇതാ അയ്യോ ഞാൻ സബ് ടൈറ്റിൽ തോന്നാക്കി അവര് പറയും ചിലപ്പോ. ഇല്ല കുഴപ്പമില്ല, കണ്ടു മനസ്സിലാക്കാം. ഇത് ക്രീം എടുത്തു, ഓറിയോ എടുത്തു, മിക്സിക്കകത്ത് ഇട്ടു, പൊടിച്ചു. അതിന്റെ ബേക്കിംഗ് സോഡ പാലൊഴിച്ചു, മിക്സ് ചെയ്തു. ഇത് വേറെ അത് മൈൻഡ് ചെയ്യണ്ട. സാധനം റെഡി. ഇടോ ഇത് ബേക്കിംഗ് സോഡ ഒരൊറ്റ അടിച്ചോണ്ടല്ലോ. ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള എടാ മൈദ വേണോ? മൈദ വേണം. ഒരു 1/2 സെന്റിമീറ്റർ പൊങ്ങിയാണ് പറഞ്ഞത്. ഈ കല്ലിന് ജസ്റ്റിന് എങ്ങനെ കൊടുക്കൂടാ? പോക്കറ്റിക്കൊണ്ട് പോയാൽ ഇത് പൊട്ടൊന്നുമില്ല. ഇതാണ് നീ കേക്ക് ഒട്ടിച്ചു നോക്കുന്നത്. അതെ ബർത്ത്ഡേക്ക് അറിയാം. ഉറപ്പാണോ?
എന്താ അറിയോ, ആദ്യം ഓറിയോ പൊടിക്കുക, അതിന് പാലൊഴിക്കുക, അതിന് കുറച്ച് ബേക്കിംഗ് സോഡ ഇടുക. അല്ലാണ്ട് ഈ 2 സ്പൂണൊക്കെ ഇട്ടിട്ട് ഇതെന്നാ ടീസ്പൂൺ ആണോ ടേബിൾ സ്പൂൺ ആണോ ഇട്ടെ? തവിയല്ലോ തവിയല്ലോ. നിക്ക് 2 മിനിറ്റ് കൊടുക്ക്. എടുക്കുന്നില്ലേ? രാവിലെ പള്ളിയിൽ പോയി കാണാം. നീ രാവിലെ പള്ളിയിലൊക്കെ പോയോ? ഞാൻ ബാക്കി ഉറങ്ങിക്കോട്ടെ. എന്റെ വീട് പണിക്ക് ഒരു സെറ്റ് കല്ല് വേണമായിരുന്നു. എടാ വീട് പണി കല്ലിറക്കണം. കല്ല് വേണം വീട് പണി ഒട്ടാക്കി തരും. എന്റെ കല്ല് താഴെ പൊട്ടി. എത്ര ഇതെങ്ങനെ ബിസ്ക്കറ്റാന്ന് കൊടുത്താൽ പോലും വിട്ടത് താഴെ പൊട്ടും. ഇത് പൊട്ടത്തില്ല. ബ്ലാസ്റ്റ് ആവും. പൊട്ടൂല മോനെ, അത് നഖം പൊട്ടും. ആ സ്ട്രോ ഒടിഞ്ഞ് 2 പീസോ. അങ്ങനെ ഒഫീഷ്യലി കേക്ക് സോറി എടാ, എന്റെ വീട് പണിക്കേ ഒരു സെറ്റ് കല്ല് വേണം. എത്ര സൗണ്ട് കേട്ടെന്ന് അറിയില്ലേ? സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നോയിസ് ക്യാൻസലേഷൻ ഇല്ല. സത്യം അതന്നെ കഴിക്കാൻ പറ്റും. അതിലുണ്ട് കൊറേ നേരം ആയാലും അവന്റെ ഊതല്. അത് നെക്കി പിടിച്ചതാ. പകുതി ചോട്ട് കഴിച്ചതിന്റെ പകുതി ഞാനും. അപ്പൊ ഇതാർക്കാ? ആഹാ എടാ എനിക്ക് വേണോ ഓറിയോ? അല്ല ഇവിടെ തിരിച്ചുവിടും. ഇങ്ങനെ കുത്തി വെക്ക്. കുത്താൻ പറ്റൂല. കത്തിയെടുത്ത് മുറിക്ക്. കത്തി ഒന്നും പോലെ ബ്ലേഡ് വേണോ? കട്ടറുണ്ടോ? അതല്ലേ പറഞ്ഞേ. എടുക്ക അറക്ക അവിടെ ഇരുന്ന് ഓ കേക്കോ. മൂഞ്ചി തുറക്കല്ലേ, ലൈറ്റ് ഇട്ടില്ല. ഹാപ്പി ബർത്ത്ഡേ. അത് ഫോക്കസ് ആക്ക്. എന്നെ കഴിക്കുന്നേ കണ്ണാടി പൊട്ട പോകും. കണ്ണാടി പൊട്ടൻ. അപ്പം ഇതവിടെ വെക്കുന്ന പൈക്കൊക്കെ ഇതെനിക്ക് വേണം. എടിയാ കമ്പനി നമ്മുടെ ഞാൻ പറയാം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ അടിഭാഗം ഇല്ലേ, ഇവിടെ എന്തെങ്കിലും അത് കിട്ടില്ലേ? ഇച്ചിരി പശ വെച്ചിട്ട് അവിടെ വെച്ചാൽ മതി. പശയോ? ഈ സംഭവം ഇങ്ങനെ വെക്കണം.
പൊങ്ങുമ്പോ വരുള്ളൂ. ഇത് കൊണ്ട് വേണ്ട. മനസ്സിലായില്ലേ? ഇങ്ങനെ പൊങ്ങുമ്പോ ഇത് മുഴുവൻ കാണണം. ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ആയാലോ? ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ അത് കാണിച്ച്. ഓ ഏതാ കുളമായെങ്കിലും കുളമില്ലാത്ത മോന്ത നോക്കണേ. ഏതാ സൈഡോ? അത്രയൊന്നും വേണ്ട. അത്ര എത്തൂല. അത്ര എത്തൂല. എടാ 2.5 മതി, നിക്കും. കാരണം ഇത് നല്ല പശ ഉണ്ടോ, നിക്കൂടാ. വേറെ കേക്ക് വെക്കണം കേട്ടോ ഇതില്. അതില്ല, തീർന്നു. ഒരു റോളും കൂടെ ഉള്ളത്. കേക്ക് ഒട്ടിക്കുന്നില്ല. ഇവിടെ ഒട്ടിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞേ. അതൊന്നും പറ്റത്തില്ല. വീണ് പോയാലും മുൻകൂട്ടി കണ്ടുണ്ടാക്കിയ സാധനം. സമയം എത്രയായി? വാച്ചുണ്ടോ? 9:55. 10 മണി. 10 മണി. അതിനിതാദ്യം പൊളിക്കണം. അല്ല ഇതിങ്ങനെ വെച്ചാ പോരാ, നോക്കിയതാ. അല്ലാതെ പൂജിതല്ല. പൊളിക്കാനും കഴിവില്ലേ? പൊളിച്ചേ. അതങ്ങനെ എടുത്തേ. അപ്പൊ അവിടുന്ന് പൊളിഞ്ഞു തരണം. കത്തിക്ക എന്തിനാണ് ഇതൊക്കെ വെറുതെ? ഇത് പോക്കറ്റ് ഇട്ടോ പോലുള്ളൂ. ഏത് കേക്ക്? അയ്യേ അയ്യേ, അതിന് വില കളഞ്ഞ പെട്ടിയുടെ വില കളഞ്ഞു. ഇത് കാണിക്കല്ലെന്ന് പറഞ്ഞേ. ഓ പ്രമോഷൻ അല്ലാട്ടോ, പ്രമോഷൻ അല്ലാട്ടോ. ആ ബേക്കറിയുടെ വില കളയണോ? ആ ബേക്കറിയുടെ വില കളയും. ചേട്ടൻ പറഞ്ഞ ഇതില് ആ ചേട്ടൻ ഉത്തരവാദിത്വം ഇല്ല. കേക്ക് ഏത് ഓ പെട്ടി മാത്രം മേടിച്ചാ? അത് പൊളിക്കണം ആദ്യം ഒട്ടണമെങ്കിൽ. അപ്പൊ ഞാനല്ലേ ഭേദം. അത് പൊളിക്കാൻ പറ്റാത്തൊരു കുഴപ്പമുള്ളൂ. ആര് കണ്ടില്ല. എടാ ഇത് കൊള്ളൂല. എടാ ഇത് ഇങ്ങനെ ഇടറാ, സൈഡിലേക്ക് വെക്കടാ. ഇത് കാണത്തില്ല കേട്ടോ. കാണൂല. ഒത്തില്ല. ബലൂൺ കയ്യില്ലേ? ഫുൾ എടുത്തില്ലേ? എടാ സീറ്റ് തുറക്കാൻ പറ്റൂലേ? സീറ്റ് തുറക്കാൻ പറ്റൂലേ? ഇടാൻ ബലൂൺ ഇടാ. അത് വഴി നാക്കല്ലേ? നോക്കണേ, അടി അടി അടി. ഒന്ന് തുറന്നേനി. എടാ വീഡിയോ എടുക്കണം. ബാ അത് നമുക്ക് എന്ത് ചെയ്യാം? തിരിച്ചു പോകുമ്പോ നീ വേണ്ടി ചൂടാണ്. ബേസ് ഇട്ടിട്ടേക്കുന്നത്. വീട്ടിലെ ആരൊക്കെയായിട്ടാ കണക്ട് ചെയ്യുന്നത്? അവൻ പോയി പണക്കി വിട്ടാ പിന്നെ അവൻ പോയില്ലേ. കേക്ക് മടിയില്. നമ്മളിപ്പോ എവിടെയാ? ഗിഫിയോന്റെ വീട്ടില് തീർന്നു. ഗിഫിയോടെ മമ്മി നമുക്ക് ചക്ക വറുത്ത് തന്നു. ഗിഫിയോടെ മമ്മി ഇതാണ്ട്. ഇനി നമ്മൾ എങ്ങോട്ട് പോവാ ഗിഫിയോ? ജസ്സിന്റെ വീട് സർപ്രൈസ്. നമുക്ക് കേക്ക് സെറ്റ് ചെയ്യണം ബാക്കിലല്ലേ? കല്ല് സെറ്റ് ചെയ്യണം. അവിടുന്ന് എല്ലാം അവനെ കുളിപ്പിക്കാൻ പോകുമ്പോ മറ്റേ വീർപ്പിച്ചില്ല ഇതുവരെ. ഇല്ല ഞാൻ അപ്പഴേ പറഞ്ഞ വീർപ്പിച്ചത് ഇറങ്ങാതെ. എന്റെ ഒരെണ്ണം പോയി നിലത്ത്. അവനെ ഇറങ്ങൂല വണ്ടിക്കകത്ത്. ഇറങ്ങി വേണം.
പത്രയ്ക്ക് 7:45 8:45. ആ വീർപ്പിക്ക് കമോൺ. ഞാൻ വീടെടുക്കും. കമലോട്ട് ജോസ് ഫുള്ള് ബ്ലാക്ക് ആണല്ലോ. ഫുള്ള് ബ്ലാക്ക് ആണല്ലോ. ഫുള്ള് ബ്ലാക്കാ. ഇത് ഒട്ടിച്ച് നോക്കണം. ഇത് അടിയിൽ ഒട്ടിക്കണോടാ, അല്ലെങ്കിൽ പറന്നു പോകും. ഇത് അടിയിൽ ഒട്ടിക്കണം. മെറ്റീരിയൽ എങ്ങനെയാ അതാ പറയുന്നത്? ഒട്ടിക്കണം. 2 തുണിന്റെ ഇടയ്ക്ക് ഒട്ടിക്കണം. അതിന്റെ അടിയിൽ ഒട്ടിക്കണം. ഒട്ടിച്ചൊന്ന് അല്ല ഒരു കാര്യം ചെയ്താൽ മതി. ഒറ്റലേട്ടാ മതി. ഈ തുണിയെ പുറത്താക്കിയെങ്കിലേ പശയില്ല. പുറത്താക്കിയതിന്റെ പ്രശ്നം 2 മടക്ക്. 2 മടക്ക് നടക്കില്ല. ഈ പാത്രം ഇത് കാണും. പക്ഷെ പാത്രം ചൂട് ഒറ്റ മടക്ക് കാണും. അത്രയും കട്ടിയുള്ളത് എടാ കാണൂടാ. ഇങ്ങനെയൊക്കെ വെട്ടം വരുമ്പോ നീ ഒന്ന് പോയേ. അത്രയ്ക്ക് പുറത്ത് വെക്കണം. മരിയ കഴിച്ചാണ്. അപ്പൊ എടുത്ത് കഴിച്ചു. ഇന്നത്തെ പരിപാടി എന്നാ? ജസ്റ്റിന്റെ ബർത്ത്ഡേ എന്താണ് ചെയ്യാൻ പോകുന്നത്? സർപ്രൈസ്. രണ്ട് സർപ്രൈസ് ആണ് നമ്മൾ ജസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് അവൻ എക്സ്പെക്ട് ചെയ്തു, തീർന്നു. അവിടെയാണ് കേക്ക് ഇപ്പോഴും വെക്കൊന്നും വേണ്ട. അവനെ കുളിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ ഒരു കാര്യം ചെയ്യട്ടെ. ഈ സാധനമൊക്കെ എവിടെ? ഈ കേക്ക് ആരെ പിടിച്ചോണ്ടിരിക്കുക? 2 ഒക്കെ ആ മറ്റേ പാറ എടുത്ത് അല്ല കേക്ക് എന്തിയാ അപ്പം? അതെവിടെ വെക്കണ്ടേ? അതാ ഞാൻ ചോദിക്കുന്നത്. നിന്നെ വണ്ടി വെക്കാൻ പറ്റുമോ? സ്കൂട്ടിയില് സ്കൂട്ടി വെക്കാൻ പറ്റുമോ? പാറ വെക്കാൻ വേണേ. അവൻ സംഭവിച്ചോ പാറയാളത്. സ്കൂട്ടി കയറിയാ നല്ല. കറക്കം വണ്ടി ഉറപ്പാ. വണ്ടി കറങ്ങും. സ്കൂട്ടി കയറണം. ഞാൻ കാറ് മാറ്റി വെക്കാം കുറച്ച് ദൂരം. കേക്കോ നല്ല കേക്ക് ഏതാ? ഏതാ കല്ലോ? കല്ലുന്ന ആ പോപ്പറിങ് തന്നില്ല. ഓ നിനക്ക് വേണല്ലേ? ആ ചക്കര വെച്ചോ. ഡിക്കൂർ നോക്കൊന്നുമില്ല അവൻ. അപ്പൊ ആ സെറ്റായി പോവല്ലേ? അപ്പൊ ഇനി ഓഫ് ടു ജസ്റ്റിന്റെ എടരി പോവല്ലേ? ഇംഗ്ലീഷാണ്. പോവല്ലേ? വഴിയറിയില്ല. നിക്ക് ഒഞ്ചു വഴി അറിയില്ല. ഇവിടെ ഇരിക്കുന്നേ ജോയൽ ബാക്ക് ക്യാമറ എടുക്കണം, ഫ്രണ്ടിൽ എടുക്കണം. പുള്ളിക്ക് പോയ 2 പൂച്ച പെയ്താവും. പേര് കിട്ടും അല്ലേ? എസ്തറ്റിക് സ്ഥലം. എടാ ഇവിടെ നിന്നൊക്കെ പക്ഷേ സ്ഥലമില്ലേ? അല്ല ഇവിടെ നിന്നൊക്കെ അതെ. എടാ ഫുള്ള് വണ്ടിയാണല്ലോ. അവൻ പറഞ്ഞു കേട്ടില്ലേ? ഇതിന് സീനില്ല. ഇത് അത്രയ്ക്ക് ഇതില്ല. ടെക്നോളജി ആണല്ലോ. രണ്ടും അവരുടെ വീട് മൂട്ടി കയറ്റാൻ പറ്റുമോ? അവൻ വന്നത് പിന്നെ വാക്ക് പറയാണ്ട് പോയെ. എനിക്കറിയത്തില്ല. അവര് പൊട്ടന്മാരാ. എടുക്കല്ല. ഇപ്പൊ
നെവിനെ നീ ഇതെടുക്കുവോ? മറ്റേ ഒരു പോപ്പർ എടുക്ക. നേരെ എടുക്കണേ. പോപ്പർ എടുക്കണ്ടല്ലോ. പോപ്പർ ഓർഡർ എടുത്തോ? ഇപ്പൊ അടിപ്പാണ് വീട് വൃത്തിയുടെ അവിടെ. ഇപ്പം പോപ്പർ വേണ്ട. ഇത് മള്ളിസ്ലോയാ. അത് മതി. നേരെ വീട് എടുക്കണേ. കേക്ക് എടുക്കണ്ടല്ലോ അല്ലേ? വേണ്ട, കേക്ക് ഞാൻ ഇത് എന്താ ഇത് അവന്റെ മേത്ത് അറിയാവുള്ള ഇത് കട്ടിയായോടാ. എക്സ്പയറി ആയിട്ട് കഴിഞ്ഞോടാ. പൊട്ടിയാ നിന്നെ പൊട്ടിക്കും. എടാ മുട്ട പൊട്ടിടാ. ചതയോടെ അല്ലേ പുഴിയ മുട്ടയോ? എടാ ഓവർ അലമ്പാക്കല്ലേ. നീ നിന്റെ ഫോൺ എയർപ്ലെയിനിലിട്, അല്ലെങ്കിൽ കോള് വന്നിട്ടെങ്കിൽ കോള് വരില്ല. അവൻ ഡ്രസ്സൊക്കെ മാറി നിൽക്കുമായിരിക്കും. ഓടല്ലേ ഏത് ഇല്ലേ? ഇവിടെ എവിടെ ഇട്ട് കൊടുപ്പിക്കാം. ഇത് സമ്പന്ന അതാ പ്രശ്നം. എടാ വണ്ടി എടുക്കുന്നില്ലേ? ഓ അന്നോ ഓക്കെ. വെള്ളമൊന്നും ഇതിനൊക്കെ നീ ആ ഫോണെടുത്ത് പോകുന്ന ചട്ടി കയറി. ഇത് വേണ്ട, ഇവിടെ അലമ്പാവും. വണ്ടി വെച്ച് 60 എടുത്തോ. 60 എടുക്കണേ. 4K നല്ല സ്ലോ മോഷൻ ആകും. ഇത് എടാ അത് അങ്ങ് അത് വെച്ച് പിന്നെ കാർ എടുക്കൂല. പൊട്ടാ ഇവിടെ പൊളിക്കാം. ഇവിടെ നോട്ടിക്കാം. സമീല ഓട് ചെറിയ പൊട്ടിക്കൽ ഒരു മുട്ട മൈദ പൊളിക്കും. എടാ മൈദ പൊളിക്കേ. നീ ഒറ്റയ്ക്കാക്കുന്നേ. അങ്ങനെ പൊട്ടിക്കാം. എടാ പൊട്ടിച്ചില്ല പോവില്ല. അതെടാ ഫുള്ള്. എടാ അത് മുഴുവൻ മൈദ മേടിക്കാം. എടുക്കണം മുഴുവൻ മൈദ എടുക്കണം. ആ ഫുള്ള് ഒറ്റടിക്കല്ല, അങ്ങനെയല്ല. അയ്യോ എന്തോ ഇത്. കുലിക്ക്
ഇത് ഇല്ല, തീർന്നു. ഇത്രേ ഉള്ളൂ. ഓ എന്റെ മൈദ, അയ്യോ. ഞാൻ ഇത്ര കഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചേ. ശരിയാ. ജോസിന്റെ സ്പെഷ്യൽ കേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ണാടി ഒന്നും വേണ്ട, അതിങ്ങനെ തന്നെ ഇങ്ങനെ എടുത്തോ. അതല്ല കേക്ക്, അതല്ല കേക്ക്, അത് കള്ള കേക്ക്. കേക്ക് കൊടുത്തിട്ട് പോയാ കടിച്ചോ? കടിച്ചു കടിച്ചു കടിച്ചു. ചവയ്ക്കാൻ പറ്റുകയല്ലോ. ഇതെല്ലാം ഉണ്ടാക്കിയേ. നീ നല്ല അതും കൂടെ ഞാൻ പ്രതീക്ഷിച്ചില്ലേ? ഓ പിന്നെ പ്രതീക്ഷിച്ചില്ല. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നോ പാനില്? ജോസ്പിന്റെ കേക്ക് കിടിലനാണോ? ഓഹോ, അത് കളിച്ചു. ഞാൻ 4 കൊല്ലം ബട്ടർ 4 കൊല്ലം. അത് പൊളിച്ചില്ലേ? 4 കൊല്ലത്തിനാണ് 4 കളി. കേക്ക് കളം പോറാനിരിക്കണടാ. ജോസ്പിന്റെ കേക്ക് എനിക്കറിയത്തില്ല. ഇത് നോക്ക്, എന്റെ മേത്ത് നോക്ക്. ഇതെന്താണ് ഇത്? അവിടെ ASMR ഇട്ടിട്ടുണ്ട് കേട്ടോ. ASMR ഇട്ട് നീ അത് കാണിക്ക മൈക്ക്. എന്റെയും കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓ ഇല്ല, ജോസിന്റെ ഇതിന്റെ അകത്ത് മഴ ഓരോ ബിസ്ക്കറ്റ് ഉണ്ടാവും. ബിസ്ക്കറ്റ് വെച്ച് വെട്ടുകയെല്ലാം ഉണ്ടാക്കാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊണ്ടുപോവാ. പാകിസ്ഥാനെ ശരിയാ ബിസ്ക്കറ്റ് നോക്ക. ആയില്ലേ? പോവാ നമുക്ക് ഇനി സിനിമ കാണാൻ. ആ നീ എന്തിനാ വരുന്നേ? ഞങ്ങൾ സിനിമ കണ്ടിട്ട് വരാം. എന്തിനാ വന്നിട്ട്? ബൈ ബൈ. അതെ എന്റെ ഫോൺ എന്താ കുളിച്ചിരിക്കുക. ശരിയാ. എന്ത് എവിടെ എവിടെ പോയി? അല്ല നീ വേണം തുപ്പിക്കോട്ടോ, ഞങ്ങളെല്ലാം തുപ്പുകയാണ്. നമ്മളെ പൊട്ടന്മാര് ഈ മൈദ കിട്ട്. അതെ, അത് പൊട്ടി പൊട്ടി. ഞാൻ ഒരു തലക്കൂടെ കമത്തി ഫുള്ള് വലുതാണ്ട് മൈദ.
ഇവന്മാര് പൊട്ടിച്ച് പെർഫെക്റ്റ് ആകും അന്ന് എന്റെ ബർത്ത്ഡേക്ക് സമയം കിട്ടി. കറക്റ്റ് മുഖത്താക്കി അവര് തോന്ന് ഒറ്റ അടി തോത്ത് പരീക്ഷ മുട്ടയല്ല പൊട്ടിച്ച് ഉണ്ണിയാക്കിട്ട് എടുത്തോണ്ട് വരും. ഇതെന്റെയാ ഞാനല്ല കറക്റ്റ് അതായിരിക്കുന്നല്ലേ മുട്ട ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം. പൊട്ടിക്കെട്ടിയില്ലേ അതിന്റെ കളറെന്നാ നീല കളർ. ഡിസൈനും മാറും. എടാ പേരുകൾ വേറെ ചെരുപ്പ് മേടിച്ചത്. എടാ ബർത്ത്ഡേ ഗിഫ്റ്റ്. പുതിയ ചെരുപ്പാ പാവം കളറും പോയി എല്ലാം പോയി. ഫാഷൻ വീട്ടിൽ കയറി പോ എന്റെ കൈ കഴുകണം പോ. അയ്യേ എടാ എനിക്ക് സ്നാപ്പ് ഇടാൻ ഫോട്ടോ എടുക്കണം. എനിക്ക് എന്റെ സ്നാപ്പ് ഇടാൻ എന്തെങ്കിലും. ഞാൻ 1/2 കിലോ മൈദ. അയ്യോ മുട്ടയോ അയ്യോ അയ്യോ ജോസ്മി വെള്ളം ഒഴിച്ചേ. അയ്യോ 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 അത് കഴിഞ്ഞോ? അല്ല അതെന്നാ വീഡിയോ ആക്കണം അല്ലേ? എടാ അതിന് ഇത് മേടിച്ചോ? മെഴുകുതിരി മേടിച്ചോ? എടാ പൊട്ടന്മാരെ ഇത് മെഴുകുതിരി ഉണ്ടോ? ഞാൻ ഇത് മറ്റേ ഇതാക്കാൻ വേണ്ടി. ഇത് ശരിക്കും കത്തും. കത്രം പിന്നെ കത്താൻ വേണ്ടിയല്ലേ? തിരിച്ചടിക്കല്ലോ കേട്ടോ. അത് നിന്ന് കത്തും. ജസ്റ്റ് നിന്ന് കത്തുക. എടാ ഒരു മെഴുകുതിരി ഒപ്പിക്കാൻ നോക്കടാ വീട്ടിൽ നിന്ന്. തീപ്പെട്ടി മേടിക്കണേ. മെഴുകുതിരി വണ്ടി പൊടിച്ചെടുക്കാനൊന്നും പറ്റൂല. എടാ എല്ലാരും തിയേറ്ററിൽ കയറുമ്പോ മാണത്ത് നാറും കേട്ടോ. മുട്ടയുടെ മണോ സ്പ്രേയുടെ മണോ? ക്യാപ്ചർഡ് ഇൻ 4K. എനിക്ക് സെൽഫി പിടിച്ചടി. ഹാപ്പി ബർത്ത്ഡേ ടു. ഓക്കെ ട്രൈ ചെയ്യാം. തിരിച്ചടിച്ചാൽ കരിഞ്ഞു പോകും. പക്ഷെ തിരിച്ചടിച്ചാ എന്താ അങ്ങനെ ഒരു അപ്പൊ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാ വണ്ടി ഇവിടെ കംപ്ലൈന്റ് ആവും അല്ലേ? എന്നിട്ട് നമ്മൾ അവനെ വിളിക്കും. എന്നിട്ട് ബാക്കി സെറ്റാക്കി അവനെ കാണിക്കും. ഇവിടെ പാട്ട് ഓഫാക്കടാ. ഇത് ഓഫാക്കാൻ പറഞ്ഞു. ഇത് ഓഫാകുന്നില്ല. എന്നിട്ട് നമ്മളിങ്ങനെ അവനെ വിളിക്കും. എന്നിട്ട് ബാക്കി കാര്യങ്ങള് സെറ്റല്ലേ? എന്താ വണ്ടി ഓണാക്കി തന്നെ. ഫോട്ടോ എടുത്ത് എവിടെയായിട്ടാ നീ? പോയി ഗൈസ് പോയി. എങ്ങോട്ട് പോവാ? വണ്ടി ഉണ്ട്. എഞ്ചിനില്ല. ഇതൊരു ഇത് റേഡിയേറ്ററോ? ശരിക്കും ആ ബ്രേക്ക് ചവിട്ടി ഇറങ്ങി വന്നിട്ടാ ഇറക്കത്തേല് തിളക്കി നോക്കാം. ബ്രേക്ക് ഫ്ലൂയിഡ് നോക്കണം. തിളക്കുന്നുണ്ടോ?
പിന്നെ ഇതൊക്കെ തണുക്കട്ടെ. ദൂരെ ഹെഡ്ലൈറ്റ് ഓഫ് ആവോ? അത് ബാറ്ററിയോട് കണക്ഷൻ. ഞാൻ വരാം, ഒരു തുണി വെച്ച് തുറക്കാം. അല്ലല്ല, അയ്യോ ബാറ്ററിന്റെ സ്പാനർ സ്പാനർ എടുക്കാം. ബാറ്ററി റിലീസ് ചെയ്ത് നോക്ക്. റിലീസ് ചെയ്തിട്ട് കട്ടാക്കാം. അതിനർക്കാവൂലേ? അതാ ബാറ്ററിയുടെ വണ്ടി അഭിനയിക്കുന്നതാണോ? ബാറ്ററി എന്തിനായിരിക്കും? വലിയ ബാറ്ററി ഇല്ല. അല്ല, ലൈറ്റ് ഒക്കെ ഓണാക്കണ്ടേ? നീ വന്ന് ലൈറ്റ് ഓണാക്കുക. ഇനി മറ്റേ ബാറ്ററി ഇല്ലേ? ഇല്ല, അത് വെച്ച് മോട്ടർ മാത്രമാ. അതിന് ചാർജ് ആവോ? ഓട്ടത്തേല് ചാർജ് ആവും. ഈ പഠിക്കാൻ രാവിലെ തൊട്ട് ഈ വണ്ടി വരുന്നതല്ലേ അവര് തന്നെ. ഇതല്ലേ മറ്റേ ബ്രേക്കിന്റെ സാധനം? ബ്രേക്കിന്റെ അല്ലേ? ആ സിലിണ്ടർ ഇത് കാരണം ചൂടായി നോക്കാം. വിളക്കുന്ന നോക്കാം കടന്ന്. ഞങ്ങള് ഞാൻ പറയട്ടെ, ഒരു 5-ന്റെ സ്പാനർ എടുത്തിട്ട് നമുക്കത് ഊരിയിട്ട് റിലീസ് ചെയ്യാം. 10 സ്പാനർ അല്ലേ? ഇല്ല, 5 കുറച്ച് ഊരിയിട്, അപ്പൊ റെഡി ആവും. ഓഫ് ആവുന്നില്ല, വണ്ടി ഓഫ് ആവുന്നില്ല. നീ സ്പാനർ എടുത്തിട്ട് 5-ന്റെ സ്പാനർ ബാക്ക് ഡിക്കിയില് തിരിച്ച് ഓ ഇത് നീ എന്നെ തീർപ്പിച്ച് കളിക്കുന്നു. ചൂടാ. ബേബി ഷവർ. ഹാപ്പി ബേബി ഷോ. വണ്ടിക്കൊന്നും പറ്റിയില്ല. എടാ പുതിയ വണ്ടി ആളെ ഇറക്കിയിട്ടുണ്ടല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ടു യു. God bless you. അതെടുക്ക്. കേക്ക് കളയല്ലേ. അതൊക്കെ അത് വലിച്ചോ. ഓക്കെ, അവിടെ വെച്ചോ. ആ നിന്റെ അനീതിയുടെ ഷാള് കളഞ്ഞെന്ന് പറഞ്ഞു. അയ്യോ. ആ വാ, ബർത്ത്ഡേ പോയി മുറിക്ക്. കത്തിന്റെ കണ്ണാടി പോട്ടെ. നീ വേറെ ആരാ? നിന്റെ ബർത്ത്ഡേ. ഇതാണ് ഹാപ്പി ബർത്ത്ഡേ. എടാ ഏതാണോ അടിച്ചേ? അപ്പൊ എന്റെ മേത്ത് അടിച്ചൊന്നും കുഴപ്പമില്ലായിരിക്കും. ഞാൻ പൊട്ടെ. ആ 2 പോപ്പറ. 2 പോപ്പറ എന്റെ മേത്ത് ഇട്. 2 പോപ്പറ. ആ ഒരു മുറിക്കണി. ബർത്ത്ഡേ പോയി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിനക്ക് കാര്യം ആദ്യം കൊടുക്കണ്ടേ? നീ പറ. ജോയൽ ചേട്ടായി. ഇതിലേറ്റവും പ്രായമുള്ള ആൾക്ക് കൊടുക്കണം. ആ അടുത്തതാരാ? ആ അവിടെ 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 എനിക്കും ചെറിയ കുഞ്ഞ. അതാ ജിൻസ് ജിൻസ് ജിൻസ്. ഇനി ഗിഫിയോ ഗിഫിയോ ചെറുതാണോ മുറിക്കുന്നത്? നീ നിന്റെ ഒരു തലയുണ്ട്. ഈർജിനെ അടിക്കാൻ കേട്ടോ. അതിന്റെ പോയെ നിവിൻ. നീ ആരാ? ഫെഡറിക്. വിളിച്ചല്ലേ? കിട്ടിയില്ല. സൗണ്ട് കിട്ടിയില്ല. അത് മതി. വെള്ളമുണ്ടോ? ഇല്ല. വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത്
ഞാൻ അതുകൊണ്ട് അവരോട് പറയടാ. ആ അപ്പൊ മറ്റേ പൊട്ടത്തരം ചെയ്ത കാര്യമില്ലല്ലോ, അവിടുന്ന് ഇങ്ങനെ മെല്ലെ പോയത്. നീ മരത്തേലും കയറി നീ പൊട്ട, നീ വണ്ടിയുടെ പുറകെ കൊണ്ട് നിർത്താൻ പാടില്ല. ഇതൊക്കെ കാണുമല്ലേ അതല്ലേ അവിടെ കൊണ്ട് നിർത്തിയേ. വണ്ടി എടുത്തപ്പോ ഇവന്റെ വീട്ടിന്റെ അടുന്ന് നീ പുറകെ കൊണ്ട് നിർത്തി. നീ നോക്കുന്നുണ്ടായിരുന്നു. ആ കള്ള കണ്ണാടി കണ്ണാടിപ്പടം നീ കണ്ടായിരുന്നല്ലോ. പിന്നെ പിന്നെ അതുകൊണ്ടാ ഞാൻ കണ്ണാടി ചെയ്തത്. കണ്ണാടി വിട്ടിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ബേബി ഷവർ, ബേബി ഷവർ. ഇനി ഞങ്ങൾ എടുത്തോളാം. അതെ ഇനി ഞങ്ങൾ നമുക്കൊന്നും ഇത് നിന്റെയാടാ. തിരിച്ചെടുക്കണം. അയ്യോ അനീതിയുടെ ഷാള് നെവിൻ കഴിക്കൊണ്ട് എടാ അത് പറ്റൂലേ, എനിക്ക് വയ്യ കഴുകാലോ. ചെറിയുണ്ട് ചെറിയുണ്ട്. ഇനി എന്നെ കാണണ്ടേ ചാമ്പിയിലോ. ചേട്ടനൊന്നും നമ്മക്കൊന്നും തരില്ല. ആ നീ അവനൊക്കെ കൊടുക്കടാ. ഞാൻ എന്ത് ചെയ്തിട്ടാ, ഞാനാണ് വിശ്വസിക്കുന്നത്. വണ്ടി അതിന്റെ വെള്ളം കിണാൻ തിളയ്ക്കുന്നു. എനിക്കാണെ ചിരി വന്നിട്ട് വയ്യ. ഞാൻ കഴിക്കുക പറയുന്നില്ല. എന്നിട്ട് ഒരുത്തൻ ആക്ഷൻ കാണിക്കാം. എനിക്ക് തിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ ചളി അടിച്ചോണ്ടിരുന്നത്. ഇത് മുഴുവൻ തീർത്തോ? അപ്പൊ എനിക്ക് ഇതാ വീട്ടിൽ പോവാം. ആ നെവിന്റെ വീട്ടിൽ നിന്ന് കഴുകും. പൊട്ടിക്കല്ലേ? ആ പൊട്ടിച്ചു. ജോസ് പേര് പറഞ്ഞില്ല പൊട്ടിക്കാൻ. അടിച്ചിങ്ങോട്ട് ടിഷ്യൂ ഉണ്ടോ വണ്ടി? വണ്ടി നോക്കണേ, വണ്ടി നോക്കണേ. പോലെ അത് തിരിയുന്ന നമ്മള് നാട്ടിൽ ഹനാൻഷാ പോവാ. 2 മണിക്കൂർ വ്ലോഗ് ഉണ്ടായിരുന്നു. ഫുൾ വ്ലോഗാ തുടങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? കഴിവ് എവിടെ 2 നേരം തെറിച്ചു പോണം. അപ്പൊ എന്റെ ശക്തിയാണ്. തൊട്ടപ്പത്തേക്ക് പൊട്ടിപ്പോയി. അതിലേക്ക് അവിടെ ഇരുന്നേ. അയ്യോ അയ്യോ നമ്മൾ വെച്ച ലൈറ്റിംഗ് ഉള്ള അവിടെ അല്ലേ? നല്ല ലൈറ്റിംഗ് ഉണ്ട്. അടുത്ത പരിപാടി അടുത്രി. അപ്പം ചിങ്കം സീരോ പടയാനെ കാഴ ഊഞ്ഞാലിടും, പടയാനെ പാലവേനാലിടും. ഇവിടെ ഒരു പുതിയമായി ആടി 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 വാ. ജീവസ്തം സലാമ് വെക്കും വീരം പാപ്പൻ ഷാജി പാപ്പൻ. ആറ്റം ബോംബും വീരി പോകും ഐറ്റം തന്നെ ഷാജി പാപ്പൻ. മുത്താണി പാപ്പൻ സ്വത്താണി പാപ്പൻ, മുത്താണി പാപ്പൻ സ്വത്താണി അപ്പം നീ വണ്ടിക്കത്ത എടാ ചോട്ടു, നീ ഫ്രണ്ട് എവിടെ തിരിക്കൂടാ? നീ ഇങ്ങോട്ട് വാ. എടാ ജോലി ഇരിക്കാൻ സ്ഥലമില്ല. നീ ഒരു കുഞ്ഞു മനുഷ്യൻ നിങ്ങളതിനാ സ്കൂട്ടിക്കാ? എങ്ങനെ ഫോണിലെ കയ്യില്
ഫോണിലേ അവിടെ നോക്കി, അവിടെ നോക്കിയേ. നിന്റെ ഫോണില്ലേ? എടാ കേറി സമയമില്ലടാ. എടാ ഇങ്ങോട്ടോ, ചോട്ടു ഇങ്ങോട്ടോ, ചോട്ടു ഇങ്ങോട്ട് വേണോ? ഇപ്പറ വേണോ? എടാ ഇപ്പറ. അപ്പൊ നമ്മൾ ആട് 2 കാണാൻ അല്ല ആട് 3 കാണാൻ പോവാണ്. 2 അല്ല, സോറി, 3 കാണാൻ പോവുകയാണ്. ഏതാ കല്യാണിയാ? ഓക്കെ, സോ ലെറ്റ്സ് ഗോ. എടാ പാട്ട് കോപ്പറേറ്റ് അടിക്കൂടാ. നിന്റെ ഭാരത പുള്ളി എന്നെ കുടിക്കുന്ന കണ്ണിലെ നിറകണ്ട് കയ്യിലെ കാലിലെ കൊടുത്തിട്ട് എന്നെ കുടിക്ക് അരയിലെ അരഞ്ഞാണ് മരക്കെട്ട് കിടക്കുമ്പോൾ എനിക്ക് എന്റെ മോഹങ്ങൾ മനപ്പൊട്ടി കഴിക്കുമ്പോ നോക്കല്ല നീ ഒരു തീ, നോക്കല്ല നീ ഒരു തീ. ഹലോ, ലൈസൻസിൽ നിന്ന് വീഡിയോക്കകത്ത് പറയല്ലേ? നമ്പർ പ്ലേറ്റ് ഒക്കെ ഇട്ട് വേണ്ടി പറയാനാ പാടില്ല. ലൈസൻസ് ഉണ്ട് എല്ലാവർക്കും. സോറി. എന്നാടാ ജോസ്മിയുടെ POV ഷോട്ട് എടുക്കാം. പോടാ പോടെ പോടെ ഈ പാട്ട് അയ്യോ ക്ലാസ് ഒരു നല്ല ചെമ്പരത്തി അവൾ കോതമളവളവരുത്തി. നമ്മളങ്ങനെ ആടുത്രി പാട്ട് ഓഫാക്കടാ. സമയമുണ്ടോടാ? 12:45. നമ്മളങ്ങനെ ആട് 3 കാണാൻ ഇനി അലമ്പാക്കല്ലേ തിയേറ്ററിൽ. എടാ ചാർജ് വിട്ടിരുന്നോ? ചാർജ് ഇറങ്ങൂല്ലോ അത്. ലെറ്റ്സ് ഗോ. നമ്മളങ്ങനെ ആട് 2 കാണാൻ വന്നിരിക്കുന്നു. 3 ഞാൻ എപ്പോഴും 2 വരെ വായി വരുന്നത്. അപ്പം നമ്മൾ കണ്ടിട്ട് പറയാം. പിന്നെ ഇവിടെ ഇത് 3G ആയതിന്റെ വിഷമിച്ചിരിക്കുകയാണ്. നീ എന്താ വിഷമിച്ചിരിക്കുക? ഞാൻ വിഷമിച്ചിരിക്കുക. കിട്ടിയ സാർ ആബ്സല്യൂട്ട് സിനിമ. സീനല്ലേ? ആബ്സല്യൂട്ട് സിനിമ. അവിടെ ഉറക്കമാണോ? എടാ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഉറങ്ങിയാലെന്ത്? ഇടയ്ക്ക് ഉറങ്ങി. സത്യം പറ ഉറങ്ങിയില്ല? സത്യം പറ. അമ്മയാണ് ഉറങ്ങിയത്. ചോട് നിനക്ക് അറിയാം മുളകൊടി ഇറക്കുന്നതിന്. അതൊക്കെ എന്താ വണ്ടി ഓടിച്ച വണ്ടി ലാസ്റ്റ് മറച്ചു വരെ എത്തിച്ചതാ ചോട്ടു. ചോട്ടു 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 എപ്പടി ക്ലിക്കായില്ല. ഇവൻ വേറെ കേട്ടോ. ഏടാ ക്ലിക്കായില്ല. നീ ആട് 1 കണ്ടോ? പിന്നെ എത്ര അല്ലേ? ആ ഒരു ഫീൽ വന്നില്ല ചെറുതായിട്ട്. എടാ കിട്ടില്ല സാധനല്ലേ അല്ലേ? കണക്ട് ചെയ്ത് ആദ്യം പോയി കണക്ട് ആവില്ലേ?
ഹായ് ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകും. ജീവനെ കൊണ്ടുവരണം. പിന്നെ സിനിമ നല്ലതായിരുന്നു അല്ലേ? സിനിമ നല്ലതല്ലേ? സിനിമ അടുപ്പിച്ചിടാണ്, നമുക്കൊന്ന് അടുപ്പിച്ചിടാം. അതെ. ആ പിന്നെ എന്തിന് ആ ഇട്ടെന്ന് ഞാൻ പറഞ്ഞു, അവിടുന്ന് കേറല്ല. അപ്പൊ അതന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ആരെ പുച്ഛം. പിന്നെ ഒരു വൺ ഷാൻഡ് ഇതാണല്ലോ അല്ലേ? സീറ്റായി അവിടുന്ന് മാറി ഇങ്ങോട്ട് മാറി. ഇരിക്കാൻ വേണ്ടി. ഓ അപ്പൊ എനിക്ക് സീറ്റില്ല. ആ ഉണ്ടല്ലേ, ഞാൻ വിചാരിച്ചു എനിക്ക് സീറ്റില്ല. തട്ടി വീണ്ടേ നിലത്ത് തൊട്ട് കിട്ടിയില്ല. എടുത്താണ് ചിലപ്പോ എന്തെങ്കിലും ആയിട്ട് കേൾക്കാണ് ഉണ്ടാവൂടാ. നിലത്ത് തൊട്ട് വന്നിട്ട് കണ്ടില്ലടാ. ഇവിടെയാണോ? സത്യം ഒന്നിച്ചായിരിക്കും. പോയപ്പോ സന്തോഷം അന്നേരം മനസ്സിലായത്. പിന്നെ അദ്ദേഹത്തിന് വലിയ വണ്ടി പള്ളി എടുത്തിട്ട് ഓടിക്കും. വിളിക്കണ്ട, നീ എന്നെ പറഞ്ഞതാ. അല്ല പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. ഞാനല്ലാത്തപ്പോ എങ്ങനെയാണെന്ന് അറിയാമോ? എന്താ സുഖം. അത് കട്ടാക്കി വേറെ മൂവി റിപ്പോർട്ട് വേറെ അടുത്ത് കുറച്ചാണ്. മറ്റേ പാട്ട് എടുത്തിട്ടായിരുന്നു. പണിയുണ്ടല്ലോ സിനിമ എന്ത് രസം എന്റെ കൊച്ചിനെ കാണാൻ. മൈ ഗാഡ്. ആ കട്ട് ചെയ്യുന്നേ. ഓ അണ്ണ ഒന്ന് അച്ഛനുണ്ടാക്കി തരുമോ? ഒന്ന് അച്ഛനുണ്ടാക്കി തരുമോ? ഉണ്ണിയപ്പം ചുടുന്നവരല്ലേ ഇത്? ഏതോ പെണ്ണ് സെറ്റായെന്ന് തോന്നുന്നു. നോക്ക്, ഏതൊരു ചൊല്ലിക്കൊണ്ടിരിക്കുക. കൊച്ചിനെ കൊണ്ട് ഏയ് ഫുഡ് കഴിക്കാണോ? പറ്റത്തില്ലടി, നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോവാ. ആടിക്ക് രസം, ആടിത്രീ രസമില്ലടി. ആടിത്രീ രസമില്ലടി. നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. ഏതൊരു പെണ്ണിനോട് ജോസിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കള്ളൻ നോക്ക്. ഞാൻ പ്ലാസ്റ്റിക് കൂടെ കളയും കേട്ടോ. കള്ളൻ. അടുത്തത് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എന്റെ അവിടെ നിന്ന് ആരും വരത്തില്ലെന്ന് എനിക്കറിയാം. എടാ ഒരു 7:45 ഇറങ്ങി നിൽക്കണം പറഞ്ഞാ വരുന്ന 8:45. അല്ല 8:15 പറഞ്ഞേ. അല്ല എന്നോട് 7:45 പറഞ്ഞ വീട്ടില് എന്റെ വീട്ടിൽ വരാന്ന്. വെള്ളം
അത് ശരി അടിയോ ഒരുമിച്ച് എല്ലാ 8 എണ്ണം വരണം അല്ലേടാ ജസ്റ്റ് എനിക്കാണ് ഇവിടെ എത്തിയേ പിന്നെ എവിടെ ജസ്റ്റ് ബർത്ത്ഡേ ബോയ്ക്ക് കാലൊക്കെ മതി കേട്ടോ കേട്ടോ ബർത്ത്ഡേക്ക് അതൊക്കെ കഴിച്ചാൽ മതി ആ പൊളിച്ചു ആ പ്രോട്ടീൻ വേണ്ട കേട്ടോ വെള്ളം തരാം അവിടെ ഇരുന്ന് വെള്ളം ഇറക്കണ്ട ആ ഓ അടിപൊളിയാന്നല്ല ആ കൊച്ചു അവന്റെ ഇനി കഴിച്ചു കഴിഞ്ഞില്ല ഇനി എന്താ കാര്യമുള്ള ആർക്കറിയാം എന്തിന്റെ ഒരെണ്ണല്ലേ ഉള്ളൂ ഒരെണ്ണേ ആയിട്ടുള്ളൂ ആ അല്ല അത് കോമഡിയാ ഒന്നാം മാസം സുഖമാണെന്നറിയാനായിരിക്കും നീ ഞാൻ പറയാം ഞാൻ പറയട്ടെ ഇത് പൊട്ടിയാല് ടോപ്പിക്കും വിട്ട് കളഞ്ഞു കേക്ക് എടാ ജൂണിലുള്ള പരീക്ഷയ്ക്ക് പാസ്സായാല് അതിന്റെ പേര് ഇമ്പ്രൂവ്മെന്റ് പൊട്ടിയാല് അതിന്റെ പേര് സേ ഇത്രേ ഉള്ളൂ പറയാനാണ് ഞാൻ ഇത്ര നേരം ട്രൈ ചെയ്യുന്നത് ഇല്ല നമ്മളിപ്പോ തോറ്റ ജൂണിലെ സേ അല്ല മാർച്ചിൽ റിസൾട്ട് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞു അയ്യോ ഇനി വ്യാഴാഴ്ച ബസ്സിൽ അപ്ഡേറ്റ് വന്നു നോക്കാം ആരും ബസ് ഇല്ല ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ട് അതൊന്നിച്ച് ഒരു എക്സാമാ പക്ഷേ ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന ഇമ്പ്രൂവ്മെന്റ് സേവ് അങ്ങനെയല്ലേ ഇമ്പ്രൂവ്മെന്റ് എഴുതുന്ന ഇമ്പ്രൂവ്മെന്റ് സേവ് പക്ഷെ എല്ലാം ബസ് പേപ്പർ എല്ലാം സത്യം ഞാൻ വെച്ചത് സിമ്പിളാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് എല്ലാം ഒരു ടഫാണ് ഇതെന്താ സാധനോ ഇപ്പോൾ ആടുത്തിയില്ല എഫക്റ്റില്ല പറഞ്ഞത് പോരോ ഇങ്ങനെ അയ്യോ ജൂണിൽ അഡ്മിഷൻ അഡ്മിഷൻ എടുത്തതാ അഡ്മിഷൻ എടുത്തു എവിടെ ഇനി എയറില് ഇതല്ലേ ഇതിൻ്റെ അകത്ത് കേൾക്കുന്നുണ്ടോ ദൈവമേ നോക്കണേടാ കട്ടിയാൻ കുറേ നീ കൊറേ നേരം 30 രൂപ കണക്ക് തന്നില്ലേ ഫുൾ റെക്കോർഡ് നീ പേടിക്കല്ലേ ഫുൾ ആക്റ്റീവാ ഏടാ ഒന്നുമില്ല അവിടെ ഇരിക്കുക ആ ക്ലാസ്സിൽ കയറി പോവാ കുറെ അമ്മച്ചിമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇരിപ്പുണ്ട് താളം അടിച്ചോണ്ട് ഉറപ്പോ എല്ലാ ക്ലാസ് വലിയത് വന്നേ
അത് വലുതാടാ. ബർത്ത്ഡേ പോയി കഴിക്കാൻ പാടില്ല. അപ്പൊ ശരി, ഇടുക്കി എന്റെ ജസ്റ്റ് ചോദിച്ചാ. അപ്പൊ നമുക്കിത് ഓഫ് ചെയ്യാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഓ പറയണം, പൈസ കൊടുത്തില്ല. ശരിയാ, നീ പറ. ഗുഡ് ബോയ്. സെറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ആയി മേലെ ഞാൻ ബ്രേക്ക് ആക്സിഡന്റ് വിട്. അങ്ങനെ ഉണ്ടോ? ഒന്നും കുഴപ്പമില്ലല്ലേ? ആ ഇല്ല. ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചന്ദന മണമവണെ പരത്തി ചെന്താമരം ചേരും പെണ്ണൊരുത്തി കണ്ടപ്പോളെ മുഴക്കി ചെമ്പരത്തി നല്ല ചെമ്പരത്തി ചെമ്പരത്തി ചെന്താമരം ചേരും പെണ്ണൊരുത്തി അവളുടെ ചിരി കണ്ണങ്ങളെ മയക്കി ചെമ്പരത്തി നല്ല ചെമ്പരത്തി എനിക്ക് നീ പാര് നീ കൂടി വിഴിയില പാര് നീ താണ്ടാ എനിക്ക് നീ പാര് നീ പോയാ ഇപ്പൊ കളറല്ലേ? പള്ളം നമ്മൾ ഇവിടുന്ന് നേരെ പോയി നെടിയേങ്ങ എത്തും. നെടിയേങ്ങ അവിടെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോ ശ്രീകണ്ഠാപുരം എത്തും. എവിടെയാ? ശ്രീകണ്ഠാപുരം. അപ്പം അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ കണിയാർവേലെത്തും. കണിയാർവേൽ ഒരു ചായമക്കാന എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ചായമക്കാന. അവിടുത്തെ അപ്പം പൊള്ളിച്ചത് ഇടുന്ന സാധനം. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നേരെ പോകുന്നു, നെടിയങ്ങന്ന് വണ്ടി വളയ്ക്കുന്നു, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് വണ്ടി നേരെ പോ, വളയ്ക്കാൻ സ്ഥലമുണ്ട്. നീ ആരെയാ പേടിക്കുന്നേ? ഹൈവേ ആയിട്ട് തിരിക്കാനുള്ള നേരെ കേട്ടോ. 70 കിലോമീറ്റർ ഉണ്ട്. ഇത് നേരെ വിട്. ഇവിടെ നേരെ പോടാ, വണ്ടി വരുന്നുണ്ട്. ആ ചേട്ടനെ അടിച്ച് താഴെടും. ഇവിടെ ഒന്നിനും ബോധം ഒന്നുമില്ല. അപ്പൊ ഗൈസ്, നമ്മൾ ജസ്റ്റിനെ കൊണ്ടുവിട്ടിരിക്കുന്നു. സക്സസ്ഫുൾ. എങ്ങനെയുണ്ടെന്ന് ബർത്ത്ഡേ? കിട്ടില്ല സാധനം. കിട്ടില്ലല്ലായിരുന്നോ? പൊളിച്ചില്ലേ? പൊളിച്ചു. എക്സ്പെക്ട് ചെയ്തായിരുന്നോ? ആദ്യത്തെ സാധനം ഇവിടുന്ന് ഉണ്ടായിരുന്ന ഏകദേശം എക്സ്പെക്ട് ചെയ്തു. പക്ഷെ വണ്ടി എന്നുള്ളത് ഒരിക്കലും വണ്ടി ശരിക്കും കംപ്ലൈന്റ് വിചാരിച്ചില്ലേ? ശരിക്കും കംപ്ലൈന്റ് വിചാരിച്ചില്ലേ? കാരണം വണ്ടി അതിന്റെ അകത്ത് കിടന്ന് ഞാൻ നോക്കുമ്പോ വെട്ടി തിളയ്ക്കുന്നു. വെള്ളം വെട്ടി ചോട്ട് വന്നിട്ട് പറഞ്ഞ് വണ്ടി ഓഫ് ആവുന്നില്ല. ഓളാവുന്നതാണോ പൊട്ട? അത് വിശ്വസിച്ചത്. ആട് 3 എല്ലാരും പോയി കാണണം. പ്രൊമോഷനാ. ആട് 3 പൈസ കിട്ടില്ല സാധനം. ആബ്സല്യൂട്ട് സിനിമ. ഇത്ര നേരം കാറ്റടിക്കുമായിരുന്നു. ഒന്നുകൂടെ ഇത്ര സമയം ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. എനിക്ക് അറിയില്ല, വീഡിയോ എടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റൂ. ആട് 3 ആബ്സല്യൂട്ട് സിനിമ എല്ലാവരും പോയി കാണണം. മസ്റ്റ് വാച്ച് സാധനം. കാണാത്തവര് ലൈക്ക് അവർക്ക് റിഗ്രറ്റ് അടിക്കും. അവർ ഉറപ്പുള്ള കാര്യം അല്ലേ? എന്റെ ഉറപ്പാ. ആട് 3 കണ്ടില്ലേ, യു വിൽ റിഗ്രറ്റ്. അതൊക്കെ അത്രേ ഉള്ളൂ. ബൈ ഗൈസ്. ബൈ. ഇനി എപ്പോഴും ലെവലിൽ വെച്ച് കാണാം. ഇനി ഒരു എക്സാം കൂടി ഇല്ലേ? എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അന്ന് നമുക്ക് സെറ്റ് ആക്കണല്ല. അപ്പം ഈ വണ്ടി ദിവസം കിട്ടുമോ? എടുത്തോട്ടോ, സ്ഥലം എടുത്തോട്ടോ. എടുത്തോട്ടോ.
ഫ്രണ്ടിലിട്ടെടുത്തേ ബാറ്ററി ആവിക്കോ. ഓക്കെ അപ്പം ഓ അങ്ങനെ സപ്പോർട്ടല്ലേ. ഇവനെ വിടണോ? ഇവനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയാലോ? ഈ സമയത്തൊന്നും ആരും വരുമോ? ഈ സമയത്തൊക്കെ ആൾക്കാർ വരുന്നത് പണിയെല്ലാം കഴിഞ്ഞ്. എനിക്കറിയില്ലേ ആരാന്ന് വിചാരിച്ചിട്ട്. ഹായ് ചേട്ടാ. ഗിഫിയോ ഇങ്ങനെ മീൻ പറ്റിപ്പെട്ടു വന്ന ബേക്കറിക്കാരൻ എന്തോ കേറ്റാം. കേറിയോ? AC